നമസ്കാരം. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുന്നതിനും ഉഭയകക്ഷി ബന്ധം ആഴത്തിലാക്കുന്നതിന്റെ ഭാഗമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയും ഒമാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുൽത്താൻ ഹൈതം ബിൻ താരിഖും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70 വർഷത്തെ പൂർത്തീകരണം ഉഭയകക്ഷി പങ്കാളിത്തത്തിലെ ഒരു നാഴികക്കല്ലായാണ് ഇരു നേതാക്കളും കണക്കാക്കിയത്. ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയും ചെയ്തു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഒമാന്റെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി കൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫും ചേർന്നാണ് കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളാണ് അവർ ചർച്ച ചെയ്തത്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരവും നിക്ഷേപവും, ഊർജം, കൃഷി, സാങ്കേതിക വിദ്യ, പുതിയതും ഉയർന്നു വരുന്നതുമായ മറ്റ് മേഖലകൾ, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടെ വിശാലമായ വിഷയങ്ങളിൽ രണ്ടു നേതാക്കളും അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. തുടർന്ന് പ്രാദേശികവും ആഗോളവുമായ താല്പര്യമുള്ള വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു. സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചതിനെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഒരു നാഴികക്കല്ലായാണ് ഇരു നേതാക്കളും വിശേഷിപ്പിച്ചത്. ഈ കരാർ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തും. പുതിയ കരാർ വിപണി പ്രവേശനം മെച്ചപ്പെടുത്തുവാനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുവാനും പ്രധാന മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുവാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ആഗോള സാമ്പത്തിക പുനഃക്രമീകരണത്തിന്റെ ഈ സമയത്ത് വ്യാപാര വൈവിധ്യവൽക്കരണത്തെയും വിതരണ ശൃംഖലയുടെ പ്രതിരോധത്തെയും ഇത് പിന്തുണയ്ക്കുമെന്നും ഇരു രാജ്യങ്ങളും ശുഭാപ്തി വിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ നിരവധി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കർഷകർക്കും വ്യാപാരികൾക്കും കയറ്റുമതിക്കാർക്കും നേട്ടങ്ങൾ നൽകുന്നതാണ്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പുതിയ ആത്മവിശ്വാസവും ഊർജവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. സുൽത്താൻ ഹൈതമിന്റെ ക്ഷണപ്രകാരമാണ് മോദി ഒമാനിലെത്തിയത്. ഗൾഫ് രാഷ്ട്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനം കൂടിയാണിത്. ഒമാനിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എത്യോപ്യയും ജോർദാനും സന്ദർശിച്ചിരുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് ഒമാൻ. ഇതിനകം തന്നെ UAE-യുമായി സമാനമായ കരാർ ഇന്ത്യക്കുണ്ട്. 2022 മെയ് മാസത്തിലാണ് അത് പ്രാബല്യത്തിൽ വന്നത്. 2024-25 ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $10.5 ബില്യൺ ആയിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളും യുറേനിയവുമാണ് ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതികൾ. ഇവ ഇറക്കുമതിയുടെ 70% വരും. പ്രൊപ്പിലീൻ, ഈഥിലീൻ, പെറ്റ്കോക്ക്, ജിപ്സം, രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, ഉരുക്കാത്ത അലുമിനിയം എന്നിവയും പ്രധാന ഉൽപ്പന്നങ്ങളാണ്. ധാതു ഇന്ധനങ്ങൾ, രാസവസ്തുക്കൾ, വിലയേറിയ ലോഹങ്ങൾ, ഇരുമ്പ്, ഉരുക്ക്, ധാന്യങ്ങൾ, കപ്പലുകൾ, ബോട്ടുകൾ, ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ, ബോയിലറുകൾ, ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യയുടെ ഒമാനിലേക്കുള്ള പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ഇനി എന്തായാലും വരും നാളുകൾ ഇന്ത്യ ഒമാൻ വ്യാപാര കരാർ കൂടുതൽ വികസനത്തിലേക്ക് തന്നെയാവും.